റയൽ മാഡ്രിഡിനെതിരെ ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടറിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് സ്ട്രൈക്കർ ഹൂലിയൻ അൽവാരസിന്റെ പെനാൽറ്റി ഗോൾ ഡബിൾ ടച്ച് ആണെന്ന് വാർ വിധിയെഴുതിയതിന്റെ അലയൊലി ലോക ഫുട്ബോളിൽ നിലച്ചിട്ടില്ല. വലതുകാലുകൊണ്ട് കിക്കെടുക്കും മുമ്പ് വീഴാൻ പോയ അൽവാരസിന്റെ ഇടതുകാൽ പന്തിന്മേൽ സ്പർശിച്ചുവെന്നായിരുന്നു വാറിന്റെ കണ്ടെത്തൽ. ടൈ ബ്രേക്കറിൽ ഈ വിവാദ തീരുമാനം അത്ലറ്റിക്കോയ്ക്ക് തിരിച്ചടിയായപ്പോൾ അതിന്റെ ആനുകൂല്യത്തിൽ ജയിച്ചു കയറി റയൽ ക്വാർട്ടറിലെത്തി. അൽവാരസിന്റെ ഡബിൾ ടച്ച് ചർച്ചയായതിനൊപ്പം സമൂഹമാധ്യമങ്ങളിൽ മറ്റൊരു പ്രചാരണവും അരങ്ങേറുകയാണ്. 2022 ഖത്തർ ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് അർജന്റീന കിരീടം ചൂടിയ കളിയിൽ നായകൻ ലയണൽ മെസ്സി എടുത്ത പെനാൽറ്റി കിക്കും ഡബിൾ ടച്ച് ആണെന്ന വാദവുമായാണ് ചിലർ രംഗത്ത് വന്നത്. സമൂഹമാധ്യമങ്ങളിൽ ഈ വാദം ബലപ്പെടുത്താൻ മെസ്സി 2 തവണ പന്തിന്മേൽ സ്പർശിക്കുന്നുവെന്ന തരത്തിലുള്ള വീഡിയോയും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മെസ്സിയുടെ പെനാൽറ്റി ഡബിൾ ടച്ച് ആണെന്ന് സ്ഥാപിക്കാൻ എംബാപ്പയുടെ പേരിൽ വ്യാജ പ്രസ്താവനയും ഇക്കൂട്ടർ ഇറക്കിയിട്ടുണ്ട്. മെസ്സിയുടെ പെനാൽറ്റി ഡബിൾ ടച്ച് എന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ ലോകകപ്പ് ഞങ്ങൾ ജയിച്ചേനെ എന്നാണ് എംബാപ്പെ പറയുന്നതായി ചില എക്സ് ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ 2022 ലോകകപ്പ് ഫൈനലിൽ മെസ്സി പെനാൽറ്റി എടുക്കുന്നതിന്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ മറുപടിയായി സമൂഹമാധ്യമങ്ങളിൽ പലരും പോസ്റ്റ് ചെയ്തു. ഈ പെനാൽറ്റി കിക്കിന്റെ പല ആംഗിളുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ ഒന്നിൽ പോലും മെസ്സി പന്തിന്മേൽ 2 തവണ സ്പർശിക്കുന്നതായില്ല. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.